നമസ്കാരം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളും വാർത്തകളും പരിശോധിക്കാം. ഇന്നലെ കാർഗിൽ വിജയ് ദിവസമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വാർത്തകൾ എങ്ങനെയാണ് ഓരോ പത്രങ്ങളും നൽകിയിരിക്കുന്നത്, അതിനോടൊപ്പം മറ്റ് പ്രധാന വാർത്തകളായി ഓരോ പത്രങ്ങളും നൽകിയിരിക്കുന്നത് ഏതൊക്കെ വാർത്തകളാണ് എന്നും പരിശോധിക്കാം. ആദ്യം കേരള കൗമുദിയിൽ ആദ്യം തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഗെയിംസ് ഓൺ പാരീസ് ഒളിമ്പിക്സിന് വർണ്ണാഭമായ തുടക്കം എന്ന തലക്കെട്ടോടുകൂടി ഇന്ത്യയിൽ നിന്ന് വന്ന പ്രതിനിധികളുടെ ഒരു ചിത്രത്തോടുകൂടിയാണ് വാർത്ത ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കാർഗിൽ സത്യം ജയിച്ചു, പാകിസ്ഥാൻ പഠിച്ചില്ല മോദി എന്ന തലക്കെട്ടോടുകൂടി കാർഗിൽ ജയത്തിൻ്റെ 25ാം വാർഷികത്തിൽ ദ്രാസിലെ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സല്യൂട്ട് നൽകി പ്രണാമമർപ്പിക്കുന്ന ചിത്രത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രാധാന്യത്തോട് കേരള കൗമുദി നൽകിയിട്ടുള്ളത് തലസ്ഥാനത്തെ വിരൽ ചൂണ്ടി ഹൈക്കോടതി ഇതുപോലില്ല മലിന നഗരം എന്ന തലക്കെട്ടോടുകൂടി മാലിന്യം കുമിഞ്ഞുകൂടുന്ന കേരളത്തിന്റെ അവസ്ഥ അപമാനകരം എന്ന് ഹൈക്കോടതി തലസ്ഥാന നഗരിയും കേരളത്തെയും പരാമർശിച്ചതാണ് കേരള കൗമുദി പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുള്ള വാർത്ത. ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആദ്യ പേജിൽ തന്നെ പാരീസ് ഒളിമ്പിക്സ് അട്ടിമറി ശ്രമം, ഫ്രഞ്ച് റെയിൽ പാതകളിൽ ആക്രമണം എന്ന വാർത്തയാണ് അതിലുള്ളത്. അതിനോടൊപ്പം നിയമസഭാ ബില്ലുകൾ രാജ്ഭവൻ നോട്ടീസ് എന്ന തലക്കെട്ടോടുകൂടി നിയമസഭ പാസാക്കിയ ബില്ലുകൾ വൈകുന്നത് ചോദ്യം ചെയ്ത് കേരളവും പശ്ചിമ ബംഗാളും സമർപ്പിച്ച ഹർജികളിൽ കേന്ദ്ര സർക്കാരിനോടും ഇരു രാജ്ഭവനുകളോടും സുപ്രീം കോടതി പ്രതികരണം തേടിയ വാർത്തയാണ് ദീപിക ആദ്യ പേജിൽ പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത്. എന്നാൽ കാർഗിൽ വിജയ ദിവസവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ആദ്യ പേജിൽ എവിടെയും ദീപിക പ്രാധാന്യം നൽകിയിട്ടില്ല. പകരം ശ്രീനന്ദിന് 1ാം റാങ്ക് തന്നെ എന്ന തലക്കെട്ടോടുകൂടി. എന്നാൽ ദീപിക നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ഏക മലയാളി, ശ്രീനന്ദിന് 1ാം റാങ്ക് തന്നെ എന്ന തലക്കെട്ടോടുകൂടി നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീനന്ദ് ശർമ്മിളയ്ക്ക് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ജോർജ് തോമസ് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറുന്ന ഒരു ചിത്രത്തോടുകൂടിയുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ആദ്യ തവണ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുമ്പോൾ 67 പേർക്കായിരുന്നു 1ാം റാങ്ക്. എന്നാൽ ഇപ്പോൾ രണ്ടാമത് തിരുത്തി ഇറക്കുമ്പോൾ 17 പേർക്കാണ് 1ാം റാങ്ക് ഉള്ളത്. മാധ്യമം ആദ്യ പേജിൽ ഒളിമ്പിക്സിന് തന്നെ പ്രാധാന്യം നൽകുന്നു. ഒഴുകി ഒളിമ്പിക്സ് എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. നീറ്റിൽ റാങ്ക് നേടിയ മലയാളിയായ ശ്രീനന്ദിൻ്റെ വാർത്ത നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം അർജുൻ തിരച്ചിലിൽ തർക്കം എന്ന തലക്കെട്ടോടുകൂടി ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നതിൽ തർക്കം. അർജുൻ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ്, നായിക് എന്നിവർക്കായി നടത്തുന്ന തിരച്ചിൽ ഉദ്ദേശിച്ച ഫലം ചെയ്യില്ലെന്ന നിലപാടിലാണ് നാവികസേനയും കർണാടക സർക്കാരും ഉള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി ഒളിമ്പിക്സിന് ചെറിയൊരു പ്രാധാന്യം നൽകി ആശംസാ വളയം എന്ന തലക്കെട്ടോടുകൂടി ഒരു ചിത്രം നൽകി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുള്ള വാർത്ത ഹൈക്കോടതി തലസ്ഥാന നഗരിയിലെ മാലിന്യ കൂമ്പാരത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മാതൃഭൂമി ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ഒപ്പം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി കാർഗിൽ സേനാഭടന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ചിത്രത്തോടുകൂടിയുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത് മാതൃഭൂമി ആദ്യ പേജിൽ. ഒപ്പം സർക്കാരിനെയും കോർപ്പറേഷനെയും റെയിൽവേയെയും തള്ളി ഹൈക്കോടതി. തലസ്ഥാന നഗരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും റെയിൽവേയുടെയും അവകാശങ്ങൾ തള്ളുന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചെന്ന വാർത്തയാണ് മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമ ഇന്ന് 2 പ്രധാന പേജുകളാണ് നൽകിയിട്ടുള്ളത്. ആദ്യ പേജിൽ വൈദ്യുതി വാങ്ങൽ ദീർഘകാല കരാർ പുനഃസ്ഥാപിക്കാനാവില്ല, ഷോക്ക് വീണ്ടും എന്ന തലക്കെട്ടോടുകൂടി കുറഞ്ഞ വിലയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുവാനുള്ള KSEBയുടെ 4 ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാനാകില്ല എന്ന് വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉത്തരവിറക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം പാകിസ്ഥാൻ പാഠം പഠിച്ചില്ല, നിഴൽ യുദ്ധം തുടരുന്നു എന്ന് മോദിയുടെ കാർഗിൽ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ആശംസാ പ്രസംഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് മനോരമ ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാന പേജിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം, അതിനോടൊപ്പം ശ്രീനന്ദിന്റെ വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരമാണെന്ന് ഹൈക്കോടതി പറഞ്ഞ വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. അർജുന്റെ വാർത്തയ്ക്കും വലിയ പ്രാധാന്യമാണ് മനോരമ ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിൽ വിശ്വ വെളിച്ചം എന്ന തലക്കെട്ടോടുകൂടി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം, അതിനോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തയെ ദേശാഭിമാനി നൽകിയിട്ടുള്ളത് ഗവർണർക്ക് വീണ്ടും പ്രഹരം, 2 സെർച്ച് കമ്മിറ്റി കൂടി കോടതി സ്റ്റേ ചെയ്ത വാർത്തയാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ളത്. ഒപ്പം കുട്ടികൾക്ക് ഹീമോഫീലിയ മരുന്ന് സൗജന്യമായി ഇനി മുതൽ സർക്കാർ നൽകുന്ന വാർത്ത ആദ്യ പേജിൽ ദേശാഭിമാനി നൽകുന്നു. വീണ്ടും ട്രക്ക് സിഗ്നൽ മാത്രം തെരച്ചിൽ തുടരുന്നു. അർജുന്റെ വാർത്തയ്ക്കും
തക്കതായ പ്രാധാന്യം ആദ്യ പേജിൽ തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. 20 കോടി തട്ടിയെടുത്ത് മുങ്ങിയ ധന്യ എന്ന ജീവനക്കാരി പോലീസിൽ കീഴടങ്ങിയ വാർത്തയ്ക്കും ദേശാഭിമാനി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഇന്നലെ ഗവർണർ പ്രണാമം അർപ്പിച്ച വാർത്തയ്ക്കാണ് പ്രാധാന്യമുള്ളത്. തൊഴിൽ തട്ടിപ്പ് കസക്കിസ്ഥാനിൽ മലയാളികൾ കുടുങ്ങിയെന്ന വാർത്തയ്ക്കാണ് ജന്മഭൂമി ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒളിമ്പിക്സ് വാർത്തകൾക്ക് ആദ്യ പേജിൽ എവിടെയും ജന്മഭൂമി ഒരു പ്രാധാന്യം നൽകിയിട്ടില്ല. ജന്മഭൂമിയുടെ ഉൾപേജുകളിലേക്ക് വരുമ്പോൾ ജന്മഭൂമി ഇന്ന് 2 പ്രധാന പേജുകളാണ് നൽകിയിട്ടുള്ളത്. ആ ഉൾപേജിൽ ഒളിമ്പിക്സിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം നീറ്റിൽ ശ്രീനന്ദിന് റാങ്ക് കിട്ടിയ വാർത്തയുണ്ട്. കാർഗിൽ വിജയ് ദിവസത്തിൽ ഇന്നലെ ലഡാക്കിലെ ദ്രാസിൽ പ്രധാനമന്ത്രി പ്രണാമം അർപ്പിച്ച വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. ഇനി കാർട്ടൂണുകളും മറ്റ് കൗതുക വാർത്തകളും പരിശോധിക്കാം. കേരള കൗമുദിയുടെ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് ആമേഴിഞ്ചാൻ തോട്ടിലെ മാലിന്യം എങ്ങനെ നീക്കുമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ച ചോദ്യമാണ് തലവരയിൽ ഇന്ന് പ്രധാന കാർട്ടൂണായി ഉള്ളത്. അതിന്റെ തലക്കെട്ട് സർക്കാർ തോട്ടിലാണ് എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. മനോരമയുടെ കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് KPCC നേതൃയോഗത്തിലെ വിവരങ്ങൾ പുറത്തു പറഞ്ഞത് ആരെന്ന് അന്വേഷിക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞ ആവശ്യവുമായി ബന്ധപ്പെട്ടൊരു കാർട്ടൂണാണ്. അതിൽ അന്വേഷണ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതും അന്വേഷിക്കാം എന്ന ഒരു തലക്കെട്ടാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. മാധ്യമത്തിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തയിൽ മണ്ണിടിച്ചിൽ അവിടെ ചായക്കട നടത്തിയിരുന്ന മാധ്യമത്തിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ വാർത്ത ഒരു പ്രത്യേക ചിത്രത്തോടു കൂടിയാണ് ഇന്ന് മാധ്യമം നൽകിയിട്ടുള്ളത്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്ന വേളയിൽ മണ്ണിടിച്ചിൽ നടന്നിടത്ത് ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണന്റെ നായ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനോടൊപ്പം അത് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കായിക പേജുകളിൽ ഒളിമ്പിക്സിന് വലിയ പ്രാധാന്യം നൽകിയാണ് ഓരോ വാർത്തകളും നൽകിയിട്ടുള്ളത്. അടുത്ത ദിവസം മറ്റ് പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.